സംവരണമാണ് വിഷയം. അതിലൂടെ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന 543 എന്ന കണക്കിൽ തന്നെ ഈ 33% സംവരണം നടപ്പാക്കാമായിരുന്നു. പക്ഷെ ആകെ എണ്ണം അങ്ങ് കൂട്ടിയ ശേഷം അതിലേക്ക് സ്ത്രീകളെ കയറ്റാമെന്ന് പറയുമ്പോൾ അത് സംവരണമാണോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളാണ് കേട്ടോ ഇതിൽ കള്ളത്തരം ആദ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചത്. ആദ്യം സോണിയാഗാന്ധിയുടെ ലേഖനം വരുന്നു. ഇന്നിപ്പോൾ CPയുടെ ആനി രാജയുടെ ലേഖനമുണ്ട്. ഇത് വനിതാ സംവരണമല്ല യഥാർത്ഥ ലക്ഷ്യമെന്നുള്ള ദുരുദ്ദേശം എന്താണെന്നുള്ള കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഫെഡറൽ സംവിധാനങ്ങളെ എല്ലാം തകർത്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ഏത് തരത്തിലുള്ള ചിറ്റമ്മ നയമാണ് എടുക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ തമിഴ്നാടായാലും കേരളമായാലും എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടാനുള്ള വിഹിതവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതാണ്. ആ ഫൈറ്റ് അതിലേക്കപ്പുറം ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമാക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് സ്റ്റാലിൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്നാണല്ലോ കൂടുതൽ അംഗങ്ങൾ. യഥാർത്ഥ ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറയുന്നത് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ അംഗങ്ങളുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിലായാലും കൂടുതൽ അംഗങ്ങളുണ്ട്. പ്രതിപക്ഷ സ്വരമായി ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നതും അവരാണ്. ആ പ്രതികരണം അങ്ങോട്ട് ഇല്ലാതാക്കുകയും അപ്പുറത്തെ UP അടക്കം ഈ പറയുന്ന ഹിന്ദി ബെൽറ്റിൽ BJPക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതുള്ള ദുരുദ്ദേശം തന്നെയാണ്. എല്ലാ തരത്തിലും ഈ മണ്ഡല പുനർനിർണയം കൂടെ അല്ലാതെ ഇത് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക തരം വിഭജനം സംഭവിക്കുകയാണ്. ആ വിഭജനം വല്ലാത്ത രീതിയിൽ തന്നെ ഈ രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ മാറ്റും എന്നുള്ളതാണ്. ആ വിഭജനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ മേൽക്കോയ്മ ഉണ്ടാക്കുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മേൽക്കോയ്മ ഉണ്ടാക്കുകയും അപ്പുറത്ത് തീരെ താഴേക്ക് പോകുന്ന രൂപത്തിൽ വരികയും ചെയ്യും എന്നുള്ളതാണ്.